ഇതല്ലാതെ ഇതൊന്നും മാറാൻ പോണില്ല. ഞാൻ പറയുകയാണ്, ഞാൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും ദൈവാത്മാവിന്റെ പ്രേരണയിലും ഞാൻ പറയുന്നു, അധർമ്മത്തിന് പരിഹാരം ചോദിച്ച് പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്കിടയിലുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടില്ല. അവനവൻ ചെയ്യേണ്ട പരിഹാരം ചെയ്യാതെ ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയാൽ പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വിശ്വാസമുള്ള ഒത്തിരി പേര് പ്രത്യാശ നിറഞ്ഞു പോകും. കയ്യിലിരിക്കുന്ന കാശ് പോകുകയല്ല. എങ്കിൽ നമ്മുടെ സക്കേവസിന് പറ്റിയില്ല മണ്ടത്തരമല്ലേ? ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി കൊടുക്കുന്നു എന്ന് സക്കേവസ് പറഞ്ഞപ്പോഴാണ് കർത്താവ് തുടർന്നുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കാം, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കരുണക്കൊന്തയും ഉപവാസവും പരിത്യാഗ പ്രവൃത്തികളും ജാഗരണ പ്രാർത്ഥനകളും ഒക്കെ നടത്തി അധർമ്മത്തിന് പരിഹാരം ചോദിച്ച് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, വളരെയേറെ ദുരിതങ്ങളിൽപ്പെട്ട് ജീവിതത്തിൻ്റെ നിരവധിയായ കുരുക്കുകളിൽപ്പെട്ട് ഒരിക്കലും കരകയറാൻ കഴിയാതെ ദുരിതമനുഭവിക്കുന്ന ഒത്തിരി പേര് ഇന്നും പതിറ്റാണ്ടുകളായി കരിസ്മാറ്റിക് മേഖലയിലൊക്കെ ഒത്തിരിയേറെ ധ്യാനം കൂടി വന്നിട്ട് ഒരു തരത്തിലും പ്രശ്നപരിഹാരമാകാതെ ഉഴലുന്ന അനവധി പേരുണ്ട്. നിരവധിയായ രീതിയിൽ നോക്കിയിട്ടും പ്രശ്നപരിഹാരമാകാതെ ഉഴലുന്നവർ ഒടുവിൽ കണ്ടെത്തൽ അധർമ്മമാണ്, തൻ്റെയും പൂർവികരുടെയും ഒക്കെ അധർമ്മമാണ് പ്രശ്നത്തിന് കാരണമെന്ന് കണ്ടെത്തിയെങ്കിൽ അതിന് പരിഹാരം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി, പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞ് വലിയ ചതിക്കുഴിയാണ്. ഈ അധർമ്മത്തിൻ്റെ പരിഹാരമാണ് വേണ്ടത്, അത് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്നത് മറച്ചു വെച്ച് ചെല്ലിയാൽ മതി എന്ന് പറയുന്നത് വഴി ഈ വ്യക്തികൾ ഒരിക്കലും ഇനിയും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന അവസ്ഥ വരും. പരിഹാരം ചെയ്യാതെ പ്രാർത്ഥിച്ചാൽ പോരാ എന്ന് മനസ്സിലാക്കേണ്ട നിരവധി വചനങ്ങളുണ്ട്. പുറപ്പാട് 22:4 ഒരുവൻ കാളയെയോ ആടിനെയോ മോഷ്ടിച്ച് കൊല്ലുകയോ വിൽക്കുകയോ ചെയ്താൽ അവൻ ഒരു കാളയ്ക്ക് പകരം 5 കാളകളെയും ഒരാടിന് പകരം 4 ആടിനെയും കൊടുക്കണം. മോഷ്ടിച്ച വസ്തു മുഴുവൻ മോഷ്ടാവ് തിരിച്ചു കൊടുക്കണം. അവൻ്റെ കൈവശം ഒന്നുമില്ലെങ്കിൽ അവനെ വിറ്റ് നഷ്ടമീടാക്കണം. തക്കാലം എല്ലാം പോയി ഒക്കെ ചെയ്തു പോയ കാര്യങ്ങളാണ്, ഇപ്പം എല്ലാം മുടിഞ്ഞു, ഇങ്ങനെയൊക്കെ ഒന്നും നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അവനെ വിറ്റ്, അടിമ വ്യാപാരമുള്ള കാലത്താണ്, അടിമയായി വിറ്റിട്ട് കിട്ടുന്ന കാശ് മൊത്തം കൊടുത്ത് വീട്ടിയാക്കാൻ. പുറപ്പാട് 22, 23, 24 ഒന്നെടുത്ത്, നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായി അവരുടെ നിലവിളി കേൾക്കും. നിങ്ങളുടെ നിലവിളിയല്ല. അധർമ്മികൾ ഓർക്കണം, അച്ഛൻ പറയുന്ന ഈ അധർമ്മത്തിൽ ആരൊക്കെ പെട്ടിട്ടുണ്ടോ ആ അധർമ്മികൾ ഓർക്കണം, നിങ്ങളുടെ നിലവിളി കർത്താവ് കേൾക്കുകയില്ല. നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചെങ്കിൽ അവരെന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായി ഞാൻ അവരുടെ നിലവിളി കേൾക്കും. തുടർന്ന് എൻ്റെ കോപം ജ്വലിക്കുകയും നിങ്ങളെ ഞാൻ വാളുകൊണ്ട് വധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാഥുരമായി തീരും. പുറപ്പെടെ 22, 23, 24 ഓർത്തിരുന്നു. നിങ്ങൾക്ക് തക്കാലം ഇപ്പോൾ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല, സംഭവിക്കും. കർത്താവ് എഴുതി വെച്ചിരിക്കുക. വചനങ്ങൾ വള്ളിപുള്ളി മാറ്റമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന ശേഷം തിരുത്തിയ പഴയ നിയമത്തിലെ ചില വചനങ്ങൾ ഒഴികെ മറ്റെല്ലാം പ്രാബല്യത്തിലുണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഓർക്കുക, ഈ അച്ഛനെ കേട്ടാൽ നിങ്ങളുടെ ഭാര്യമാർ വിധവകളാകാം, മക്കൾ അനാഥരായേക്കാം, കുടുംബം തൊലഞ്ഞു പോയേക്കാം കേട്ടോ. ഇത് അവരുടെ നിലവിളി കർത്താവ് കേൾക്കും. അതുകൊണ്ട് അവരുടെ നിലവിളി നിർത്തണം. അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊള്ളുക, നിങ്ങളുടെ ദുരിതം വരാതിരിക്കാൻ, നിങ്ങളുടെ ദുരിതം മാറാൻ ചെയ്യേണ്ടത് അവരുടെ നിലവിളി ഉയരാത്ത വിധത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണം. അച്ഛൻ്റെ ആ പ്രസംഗത്തിൻ്റെ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ. ഇതല്ലാതെ ഇതൊന്നും മാറാൻ പോണില്ല. ഞാൻ പറയുകയാണ്, ഞാൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും ദൈവാത്മാവിന്റെ പ്രേരണയിലും ഞാൻ പറയുന്നു, അധർമ്മത്തിന് പരിഹാരം ചോദിച്ച് പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്കിടയിലുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടില്ല. കുരിശിന്റെ വഴിയും കരുണക്കൊന്തയും ഉപവാസവും പരിത്യാഗ പ്രവൃത്തികളും ജാഗരണ പ്രാർത്ഥനകളും നൈറ്റ് വിജിലുകളും ഒക്കെ നടത്തി അധർമ്മത്തിന് പരിഹാരം ചോദിച്ച് പ്രാർത്ഥിക്കും. ഇതെല്ലാ ഇടങ്ങളിലും സംഭവിച്ചാൽ തിന്മ വിട്ടുപോകും. എല്ലാ തിന്മ വിട്ടുപോകില്ല, മനസ്സിലായി? അല്ലാതെ നിങ്ങൾ എത്ര... അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, പരിഹാരം ചെയ്യാതെ പ്രാർത്ഥിച്ചാൽ പോരാ എന്ന് മനസ്സിലാക്കേണ്ട നിരവധി വചനങ്ങളുണ്ട്. എന്താണ് അധർമ്മം? അധർമ്മം എന്ന് ഒറ്റ വാക്കിൽ അച്ഛൻ പറഞ്ഞെങ്കിലും എന്തൊക്കെ നമുക്കറിയാം. അത് പണിക്കൂലി കൊടുക്കാതിരിക്കുക, പിടിച്ചു പറിക്കുക, മോഷ്ടിക്കുക, അനീതി ചെയ്യുക, ഒരാൾക്ക് ഉപദ്രവം വരുത്തി വെച്ചിട്ട് അല്ലെങ്കിൽ അയാളെ കൊന്നു കളഞ്ഞിട്ട്, അതുപോലെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് അതൊന്നും പരിഹരിക്കാതെ മുന്നോട്ട് പോയാൽ ആ അധർമ്മത്തിന് പരിഹാരമാവുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അധർമ്മ പ്രവൃത്തികൾ, കൊള്ളരുതായ്മ പ്രവൃത്തികൾ, ഈ കൊള്ളരുതായ്മ പ്രവൃത്തികൾ ചെയ്തവർക്ക് മനുഷ്യൻ തമ്മിലുള്ള പ്രശ്നമല്ലേ? മറ്റൊരു മനുഷ്യനോട് ചെയ്ത തെറ്റ് അധർമ്മ പ്രവൃത്തി അനീതിയാണ്. ആ അനീതി ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ആ അനീതി തക്ക രീതി പരിഹരിച്ചില്ലെങ്കിൽ അവനെ അത് വേട്ടയാടും. നിങ്ങൾ എത്രമാത്രം പ്രാർത്ഥിച്ചാലും, ഈ അച്ഛൻ പറഞ്ഞിട്ട് എത്രമാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാലും, എത്ര കൊന്ത ചൊല്ലിയാലും ശരി, നിങ്ങൾ ചെയ്യുന്ന അനീതിക്ക് വേദന അനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ
അതിന് തക്ക പരിഹാരം ചെയ്ത് അവനുമായി രമ്യതയിലെത്താതെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാവുകയില്ല. ദൈവത്തിൻ്റെ കോടതിയിൽ നിങ്ങൾക്കത് ന്യായീകരണമാവില്ല. പരിഹാരം ഒന്നും ചെയ്യണ്ട, 4 ഇരട്ടിയായി ഒന്നും കൊടുക്കണ്ട. നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ മതി. യേശുക്രിസ്തു കാൽവരി കുരിശിൽ രക്തം ചിന്തി നമുക്ക് എല്ലാ തെറ്റിനും പരിഹാരമായിട്ടുണ്ട്, അതൊന്ന് ഏറ്റു പറഞ്ഞാൽ മതി, സുഖമായിട്ടിരുന്നാൽ മതി എങ്കിൽ നമ്മുടെ സക്കേവസിന് പറ്റിയില്ല മണ്ടത്തരമല്ലേ? ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി കൊടുക്കുന്നു എന്ന് സക്കേവസ് പറഞ്ഞപ്പോഴാണ് കർത്താവ് തുടർന്നുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കാം, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ സക്കേവസ് ഈ അച്ഛൻ്റെ ധ്യാനം കൂടാൻ വന്നിരുന്നെങ്കിലോ എത്ര കാശ് കയറുന്നേനെ? മണ്ടത്തരല്ലേ പറ്റിയത്? ഇന്ന് ജീവിക്കുന്ന നിരവധി സക്കേവസുമായിട്ട് ഓർത്തോണം, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടിയല്ല ഈ അച്ഛൻ്റെ സന്ദേശം ഉപകരിക്കുക. ബൈബിളിൽ മാതൃകകളുണ്ട്, ഒത്തിരിയേറെ ദൃഷ്ടാന്തങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടത് ചെയ്യണം. ഇനി മറ്റ് കുറേ അനുഭവങ്ങൾ നമ്മൾ നോക്കണം പ്രിയപ്പെട്ടവരെ. കത്തോലിക്ക സഭയിലെ നിരവധി വചന പ്രഭാഷകർ അച്ഛന്മാർ പറഞ്ഞ ക്ലാസ്സുകളിൽ നേരെ തിരിച്ച് പറയുന്നുണ്ട്. ഏഴാനിക്കട്ടച്ഛൻ പറഞ്ഞൊരു കാര്യം, ഒരുവൻ വളരെ ദുർഗതി, റബ്ബർ ടാപ്പിംഗുകാരനാണ്, ഒന്നിനൊന്നിന് അധോഗതിയാണ്, ഒരു വീട് പണിയാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ അച്ഛനെ ധ്യാനത്തിന് ചെന്നു. അച്ഛനോ കൗൺസിലറോ ആരോ സന്ദേശം കിട്ടി പറഞ്ഞു, ഒരു കല്യാണം മുടക്കി കല്യാണത്തിന് വേണ്ടി കരുതിയിരുന്ന മരം വെട്ടി വിറ്റ് അങ്ങനെ തട്ടിയെടുത്ത് എൻ്റെ ഒരു അധർമ്മ പ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കുന്നുണ്ട്, അങ്ങനെ ഓർമ്മയുണ്ടെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എൻ്റെ അപ്പൻ, ഈ റബ്ബർ ടാപ്പിംഗുകാരൻ പറഞ്ഞു, എൻ്റെ അപ്പൻ വലിയ സ്വത്തുണ്ടായിരുന്ന ആളാണ്. ആ വലിയ ഒത്തിരിയേറെ തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മൂലയ്ക്ക് ആ തോട്ടത്തിൽ പണിയെടുക്കുന്ന ഒരാൾക്ക് അപ്പൻ വിലയ്ക്ക് 5 സെൻറ്റ് സ്ഥലം വിറ്റു. ആ 5 സെൻറ്റ് സ്ഥലം വിറ്റപ്പം അതിനകത്ത് വലിയൊരു മരമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അയാളുടെ മകളെ കെട്ടിക്കാൻ വേറെ കാശൊന്നുമില്ലാത്തതുകൊണ്ട് കല്യാണം ഉറച്ചിരിക്കുകയാണ്. ഈ വലിയ പ്ലാവാണ് മരം, ആ വലിയ പ്ലാവ് വെട്ടി വിറ്റ കാശുകൊണ്ട് അവളെ കെട്ടിക്കണം. അവന് തീരുമാനിച്ചിരിക്കുകയാണ്, കല്യാണം ഉറച്ചിരിക്കുകയാണെന്നും പ്ലാവ് കച്ചവടമാക്കിയെന്ന് പറഞ്ഞു. കച്ചവടമാക്കിയെന്ന് അറിഞ്ഞപ്പോൾ ഇയാൾ അതിർത്തി മാറ്റി വേലി കെട്ടി, 5 സെൻറ്റുകാരൻ്റെ അകത്തുനിന്ന് മാറ്റി ഇയാൾ അകത്താക്കി വേലി കെട്ടി പിറ്റേ ദിവസം തന്നെ മരം മുറിച്ച് വിറ്റു. അതിൻ്റെ പിറ്റേന്ന് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഇത് ഈ മകനും അറിയാമായിരുന്നു. അതുകൊണ്ട് ഇയാളുടെ ആ ചെറിയ വീട്, പുതുക്കി പണിയാൻ പറ്റാതിരുന്ന ചെറിയ വീടും പറമ്പും വിറ്റു. അനാഥയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി അത് വിറ്റു. ആ ഏക മകൾ മരിച്ച മാതാപിതാക്കളും മരണപ്പെട്ടു പോയിരുന്നു. വേറെ വഴിയില്ല, അനാഥർക്ക് കൊടുത്തു. വളരെ എളിമയുള്ള മനുഷ്യനായതുകൊണ്ട് അതിന് മുമ്പുള്ള പുറമ്പോക്കിൽ ഓലഷെഡ് വെച്ച് താമസിച്ച് അയാൾ ടാപ്പിംഗ് തുടർന്നു. അത്ര അവഹേളിതനായി അവിടെ ജീവിച്ചയാൾ. എന്നിട്ടോ പരിഹാരം ചെയ്തത് കൊണ്ട് അയാളുടെ പ്രശ്നത്തിന് വലിയൊരു പരിഹാരമായി. അയാളുടെ പ്രശ്നങ്ങൾ അതോടെ പരിഹരിക്കപ്പെട്ടു. ദൈവസന്നിധിയിൽ ബ്ലോക്ക് മാറി. അയാൾക്ക് വീട് പണിയാനാവുന്നില്ലെന്നല്ലേ പ്രശ്നം ഉണ്ടായിരുന്നത്, വീട് പണിയാൻ സാധിച്ചു. അത്ഭുതകരമായ വഴിയാണ്. 2-3 മാസത്തിനുള്ളിൽ, ആ വഴികരികെ പുറമ്പൊക്കെ താമസിച്ച് 2-3 മാസത്തിനുള്ളിൽ ആ ടാപ്പിങ്ങിനിടയ്ക്ക് ആ മുതലാളി പറഞ്ഞു, അത്ര ദൂരെ ഒന്നും ഇവിടെ വരണ്ടേ, വണ്ടിയൊന്നുമില്ലല്ലോ, ഞാനൊരു 10 സെൻറ്റ് സ്ഥലം ഇവിടെ നിനക്ക് തരാം, നീ പണിയെടുത്ത് കുറേശ്ശെ വീട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ആ 10 സെൻറ്റ് സ്ഥലം കൊടുത്തു. എന്നിട്ട് ഇവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ പ്ലാവും തേക്കുമൊക്കെ വെട്ടി ഉരുപ്പടിയാക്കി നീ വീട് പണിതോ എന്നും പറഞ്ഞു. അങ്ങനെ അയാൾ പറമ്പും കൊടുത്തു, വീടിനുള്ള തടിയും കൊടുത്തു. അയാൾക്ക് മാസങ്ങൾക്കുള്ളിൽ ആ 10 സെൻറ്റിൽ നല്ലൊരു വീട് പണിയാൻ കഴിഞ്ഞു. അയാളുടെ പ്രശ്നം പരിഹരിച്ചോ? അയാളുടെ പ്രശ്നം പരിഹരിക്കാൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരുന്നു. ഏഴാനിക്കട്ടത്തിന് ധ്യാനത്തിന് കൂടിയപ്പോൾ പരിഹാരമായോ? എങ്ങനെയായി? അത് പരിഹാരം ചെയ്യണമെന്ന് ബോധ്യം കിട്ടിയപ്പോൾ അത് പരിഹാരം ചെയ്തപ്പോൾ അയാളുടെ പ്രശ്നം പരിഹരിച്ചു. അയാൾ ധ്യാനത്തിന് പോയായിരുന്നെങ്കിൽ പരിഹാരം കിട്ടുമോ? പരിഹാരം കിട്ടില്ല. സകലരെയും സുഖിപ്പിക്കുന്ന വചനം മാത്രം എടുത്ത് പ്രസംഗിച്ചാൽ കയ്യടി കിട്ടും, ആൾക്കൂട്ടം കൂടും. പ്രോഗ്രാം നടത്തുന്ന കൺവെൻഷൻ നടത്തുന്നവർക്കും വലിയ സ്വത്രക്കാഴ്ച വീടും, അച്ഛനും നല്ലൊരു ഓഹരി കിട്ടും. അങ്ങനെ ഒത്തിരി ധ്യാനേന്ദ്രക്കാരും ധ്യാന ഗുരുക്കന്മാരുമുണ്ട്. അതല്ല വേണ്ടത്. മുറിപ്പെടുത്തുന്നതാണെങ്കിലും വചനം വാളാണ്. മുറിപ്പെടുത്തുന്നതായാലും നീ രക്ഷ പ്രാപിക്കണമോ നീ ഇത് ചെയ്യണം എന്ന് പറയണം. ക്രിസ്തു അങ്ങനെയാണ് ഫരിസയരുടെയും നിയമജ്ഞരുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. അവരെ സുഖിപ്പിച്ചിരുന്നെങ്കിൽ കുരിശിൽ തരേണ്ടി വരില്ലായിരുന്നു. അണിലെ സന്തതികളെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞതുപോലെ ഇന്ന് അച്ഛന്മാർ വേദിയിൽ വചനവേദിയിൽ വെച്ച് പറഞ്ഞാൽ പലരും തിരിച്ചു പോകും, പൈസ കിട്ടിയല്ല. അതാ എൻ്റെ കാര്യം. നിയമാവർത്തനം 15:9 ഒന്ന് ശ്രദ്ധിച്ചോളൂ. അവൻ നിനക്കെതിരായി നിന്റെ അനീതിക്ക് ഇരയായവൻ
നിനക്കെതിരായി കർത്താവിൻ്റെ സന്നിധി നിലവിളിക്കുകയും അങ്ങനെ അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. അതായത് നീ അന്ന് ചെയ്ത പാപപ്രവൃത്തി മാത്രമല്ല, നിൻ്റെ ആ പാപം നീ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതിന് പരിഹാരം ചെയ്തില്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ നിനക്കെതിരെ നിലവിളിക്കും. അത്രത്തോളം കാലം നിനക്ക് പാപമായി തീരുമെന്നാണ് പറയുന്നത്. വീണ്ടും നീ ആ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇന്ന് ജീവിതാവസാനം വരെ നീ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ജീവിതാവസാനം വരെ മുടിയാനുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അന്നത്തെ പാപത്തിൻ്റെ പരിഹാരം ചെയ്തില്ലെങ്കിൽ ഒരു കുഴി കുഴിച്ചാൽ അത് മൂടിയിട്ട് നിരപ്പാക്കുക എന്ന് പറയുന്നത് പോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രഭാഷണം 34, 27, 29 വാക്യങ്ങൾ. വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു, ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? ഈ ചോദ്യത്തിന് അർത്ഥം എന്താ? സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവില്ലേ ഈ ചോദ്യത്തിനർത്ഥം? ഈ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയല്ല, ആ ശപിക്കുന്നവൻ്റെ ശാപാട് ബ്ലോക്കാണെന്ന് അല്ലേ? അത് മനസ്സിലാക്കണം. അതെന്താണ് അച്ഛൻ പറയാത്തത്? അല്ലേ, രക്തച്ചൊരിച്ചിലാണ്. തുടർന്ന് പറയുകയാണ്, പ്രധാന പോയിന്റ് ഓർക്കണം കേട്ടോ. വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. അനീതിക്കിരയായവൻ ശപിക്കുന്നു, അനീതി ചെയ്തവൻ പ്രാർത്ഥിക്കുന്നു. ദാനിയേൽ ധ്യാനം കൂടി പ്രാർത്ഥിക്കുകയാണ്. അനീതിക്ക് പരിഹാരം ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. അധർമ്മത്തിന് പരിഹാരം ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. അതേസമയം അനിരയായവൻ ശപിക്കുന്നു. അപ്പോൾ ആരുടെ ദൈവം കേൾക്കുമെന്ന് ഇവിടെ ചോദിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? എല്ലാവരും സുഖിപ്പിക്കുന്ന വചനം പറഞ്ഞ് രസിപ്പിക്കുക. കാശ് മുടക്കുന്നുള്ള AC-യിലിരുന്ന് ഫാൻ്റെ കീഴിലിരുന്ന് ധ്യാനം കൂടി 2 കൊന്ത ചൊല്ലിട്ട് പോയ എല്ലാ പ്രശ്നം പരിഹരിക്കപ്പെടും. ഒന്നും പേടിക്കണ്ട. കാശ് പിടിച്ചെടുത്തത് കയ്യിലുണ്ടോ? അവിടെ ഇരിക്കട്ടെ. ആ തത്വം ശരിയാവില്ല. ഇരുട്ടിലടുത്തൊരു സാന്നിധ്യം ബ്രദറുണ്ട്, ഇടത്തൊട്ടി. അതേ എഴുതിയ പുസ്തകത്തിൽ പറയുന്നൊരു പ്രത്യേക കാര്യമുണ്ട്. കൗൺസിലിങ്ങിന് അദ്ദേഹം ഇരിക്കുമ്പോൾ ഒരാൾ വന്നു, മരക്കച്ചവടക്കാരനാണ്. നിരവധിയായ പ്രശ്നങ്ങൾ ഒത്തിരിയാണ് ഈയിടെയായിട്ട്. നഷ്ടമാണ്, ഒരിക്കലും മുന്നോട്ട് പോകുന്നില്ല, ജീവിതം മുന്നോട്ട് പോകാത്ത വലിയ കടക്കണിയിലാണ്, രക്ഷപ്പെടാൻ വഴിയില്ല. അപ്പോൾ ഒരു സാന്നിധ്യൻ ചോദിച്ചു, ഒരു വിധവ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഒരു വിധവ നിലവിളിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ വലിയ ചില മരങ്ങൾ മലമുകളിൽ ലാഭത്തിന് കിട്ടിയപ്പോൾ എടുത്തു. അപ്പോൾ പണിക്കാരെ കൊണ്ട് മുറിച്ച് പീസാക്കി റോഡിലെത്തിക്കണമെങ്കിൽ വലിയ ദൂരമുണ്ട്, കാശുമുടക്ക് ഒത്തിരി ഉണ്ട്. ആ വിധവ വീട്ടിലില്ലാത്ത സമയം നോക്കി ഇയാൾ ആനയെ കൊണ്ട് മുഴുവൻ തടി വലിപ്പിച്ച് റോഡിലെത്തിച്ച് വണ്ടിയൊക്കെ ഇട്ട് കൊണ്ടുപോയി. ഈ സംഭവത്തിന് ശേഷം അയാൾക്ക് എവിടെയും മരം കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ തരത്തിലും മുടിവായി, അയാൾ തകർന്ന് തരിപ്പണമായി. സാന്നിധ്യം ബ്രദർ ഈ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ അയാൾ അതിന് പരിഹാരം ചെയ്തു. അയാൾ ആ വിധവയെ അന്വേഷിച്ചു പോയി. ആ വിധവയ്ക്ക് കയ്യാലെല്ലാം കിട്ടിക്കൊടുക്കാനുള്ള കാശും കൃഷി നശിച്ച് ഓരോന്ന് നോക്കിയിട്ട് അതിനൊക്കെ ഇരട്ടിയായ കാശ് കൊടുത്തു. പിറ്റേ ആഴ്ചയിൽ അയാൾക്ക് വലിയൊരു റബ്ബർ തോട്ടം, 5 ഏക്കർ റബ്ബർ തോട്ടത്തിൽ റബ്ബർ മുറിച്ച് മാറ്റാൻ വേണ്ടിയുള്ള ഒരു കച്ചവടം വന്നു. വളരെ ലാഭത്തിന് അതെടുത്തു. ഇങ്ങനെ രക്ഷപ്പെടാനുള്ള വഴികൾ ഒത്തിരി അന്വേഷിച്ച് പോയവരും രക്ഷപ്പെട്ടവരുമുണ്ട്. ഈ വ്യക്തി ദാനിയേലച്ചൻ ധ്യാനത്തിന് വന്നിരുന്നെങ്കിൽ ജീവിതകാലത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇടക്കാലാശ്വാസം കിട്ടി പോവുകയുള്ളൂ. അതുകൊണ്ട് ദാനിയേലച്ചൻ്റെ പ്രബോധനം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല, അവൻ സ്വർഗീയ ജീവിതത്തിന് ബ്ലോക്ക് ആകുന്നതുമാണ്, അവൻ്റെ പ്രശ്നത്തിന് പരിഹാരമാകാത്തതുമാണ്. ഈ ധ്യാനം കൂടി നിങ്ങൾ വഞ്ചിതരാകരുത്. ഇത്തരം പ്രബോധനങ്ങൾ ആരൊക്കെ ധ്യാനമൊരുക്കം നടത്തിയാലും നിങ്ങൾ വഞ്ചിതരാകരുത്. നിങ്ങൾ ഏത് വചനം കേട്ട് ധ്യാനിച്ചാലും അതിന് വിരുദ്ധമായ മറ്റു വചനങ്ങളും ഉണ്ടോ എന്ന് നോക്കണം നിങ്ങൾ. അതുകൊണ്ട് എല്ലാ വചനങ്ങളും ഒക്കെ ടാലി നോക്കിയിട്ടാണ് ദൈവസ്വരം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞുള്ളൂ. ഒത്തിരി സംഭവങ്ങൾ, ഒത്തിരി ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയാൻ എനിക്കുണ്ട്. അതുകൊണ്ട് നീട്ടുന്നില്ല. നിങ്ങൾ ഈ കാര്യത്തിൽ അബദ്ധം പറ്റരുത്. മാതാപിതാക്കൾ ചെയ്ത പാപത്തിൻ്റെ പരിഹാരം എന്താണ് ചെയ്യേണ്ടതിനെക്കുറിച്ച് അച്ഛൻ വിശദമായിട്ട് പറയുന്ന ഒരു ക്ലാസ് ശ്രദ്ധിച്ച്. എൻ്റെ അപ്പൻ ചെയ്ത കൊള്ളരുതായ്മയുടെ ശാപം കിടപ്പുണ്ട്, അതുകൊണ്ടാണ് നീ ഗതി പിടിക്കാത്തതെന്ന് എന്നോടൊരാൾ പറയുന്നു. അത് സത്യമായിരിക്കാം. അപ്പോൾ അത് എൻ്റെ മുമ്പിൽ ഒരു പ്രോബ്ലമായിട്ട് നിൽക്കുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരാൻ എന്നെ സഹായിക്കുന്നത് കുഞ്ഞാടിൻ്റെ രക്തവും സാക്ഷ്യത്തിൻ്റെ വചനവും. അപ്പോൾ ഒരാൾ എന്നോട് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ, അപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ ആ സജഷൻ എൻ്റെ തലേ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ്, എന്താണ്, എൻ്റെ അപ്പൻ ചെയ്ത തെറ്റിൻ്റെ ശാപം എൻ്റെ തലയിലുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ കർത്താവായ ഈശോ മിശിഹ എന്നെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് എൻ്റെ അപ്പനിലൂടെ എന്നിലേക്ക് വന്ന ശാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കും എന്നല്ല, രക്ഷിച്ചു കഴിഞ്ഞു കാൽവരി കുരിശിൽ എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ മാത്രം പോരാ, അധരം കൊണ്ട് ഏറ്റുപറയണം. നമ്മൾ ആ വചനം എടുക്കുന്നു. ആ വചനം എടുത്തിട്ട് ഞാൻ ഒരു 10 പ്രാവശ്യം എല്ലാ ദിവസവും അത് ഞാൻ ആവർത്തിക്കുന്നത്. സകല പൂർവിക ശാപങ്ങളിൽ നിന്നും എന്നെ
ഓൾറെഡി രക്ഷിച്ച് കഴിഞ്ഞു എന്ന് നീ പ്രഖ്യാപിക്കുമ്പോൾ ആ പൈശാചിക ശക്തി നിന്റെ കുടുംബത്തിൽ നിന്ന് എന്നേക്കുമായി മാറിപ്പോകുന്നു. അല്ലേ? നമുക്ക് പറ്റിയത് മാത്രമല്ല, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന നമ്മുടെ വീടും പുരടിയിരിക്കുന്ന സ്ഥലം പോലും ചിലപ്പോൾ അയൽവക്കക്കാരുടെ ആയിരിക്കും, നമ്മുടെയൊക്കെ പൂർവികർ ചെയ്തതായിരിക്കാം. അതൊക്കെ തിരിച്ചറിഞ്ഞ് അതൊക്കെ തക്ക രീതിയിൽ അവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് എല്ലാം മാനുഷികമായി പരിഹരിച്ചിട്ട് ദൈവസന്നിധിയിൽ അപേക്ഷിക്കണം. അങ്ങയുടെ പുസ്തകത്തിൽ നിന്നും ഈ പാപക്കറകൾ മായ്ച്ചു കളയണമേ, യേശുവിൻ്റെ രക്തത്താൽ മായ്ച്ചു കളയണമെന്ന് പ്രാർത്ഥിക്കണം. അതാണ് വേണ്ടത്. പരിഹാരം ചെയ്യാതെ പ്രാർത്ഥിക്കാനല്ല. പരിഹാരം ചെയ്യാൻ അച്ഛൻ്റെ പല പ്രസംഗങ്ങൾ എടുത്തു നോക്കി. ഈ ഒരു പ്രസംഗം മാത്രമല്ല, അച്ഛൻ്റെ പല ധ്യാനത്തിലെ പ്രസംഗങ്ങൾ ഞാൻ എടുത്തു നോക്കി. തിരിച്ചു കൊടുത്താലേ പറ്റൂ എന്ന് അച്ഛൻ ദൈവം പറഞ്ഞിട്ടില്ല. പരിഹാരം മാനുഷികമായി ചെയ്യണമെന്ന് അച്ഛൻ പറയാറില്ല. എല്ലാം ഈ മന്ത്രം ചൊല്ലും പോലെ, മന്ത്രവാദികൾ മന്ത്രം ചൊല്ലുന്ന പോലെ കുറെ ചൊല്ലിയാൽ മതിയെന്ന്. തെറ്റുകൾക്കും പാപങ്ങൾക്കും പരിഹാരമാകാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പഠിപ്പിക്കുന്നത് ഒരു പെന്തക്കോസ്തി രീതിയാണ്, കത്തോലിക്ക പ്രബോധനമല്ല. ദൈവവും ഒരു മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് നിന്റെ ആത്മീയതയെങ്കിൽ നീ മുടിഞ്ഞു പോകത്തുള്ളൂ, നന്നാവത്തില്ല. നീ ദൈവവും മാത്രമല്ല, നിന്റെ സഹോദരങ്ങളുണ്ട്, ഈ നാട്ടിൽ സഹജീവികളുണ്ട്. അവനുമായുള്ള നിന്റെ പ്രശ്നങ്ങളാണ് നിന്നെ നീതിമാനോ അനീതി ചെയ്യുന്നവനോ ആണോ എന്ന് വ്യത്യാസം വരുത്തുന്നത്. മനുഷ്യമായി ചെയ്യേണ്ടതെല്ലാം ചെയ്ത് പരിഹരിച്ചിട്ടില്ലാതെ ധ്യാന സെൻറ്ററിൽ പോയി ധ്യാനം കൂടിയാൽ നിങ്ങളുടെ പ്രശ്നത്തിൽ പരിഹാരമാകുന്നില്ല. കർത്താവിൻ്റെ കോടതിയിൽ ക്രിമിനൽ കേസുകൾ നിരവധി നിലനിൽക്കും. നീ പിടിക്കപ്പെടും, നിത്യകാലം നീ അകത്താകും. ഇതൊരു പ്രധാന കാര്യമാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ പഴയ നിയമത്തിലെ വചനങ്ങളല്ല. പഴയ നിയമത്തിലെ വചനങ്ങളെക്കുറിച്ച് പലരും പറയും, അന്ന് കർത്താവിൻ്റെ തിരുരക്തം ലഭ്യമല്ല, യേശുക്രിസ്തു പാപപരിഹാരം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഓരോരുത്തരും ഓരോ ഇങ്ങനെ ഇതിനൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഇത് കാലം കൃപയുടെ കാലമാണ്. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് ശേഷമാണ്. കർത്താവിൻ്റെ ഇത് പുതിയ ഈ കൃപയുടെ യുഗമാണ്. നിയമത്തിൻ്റെ കർക്കശയൊന്നും ഇവിടെ ഇല്ല എന്ന് പറയുന്നു. നിയമത്തെയോ പ്രവാചകരെയോ അസാധുവാക്കാനല്ല ക്രിസ്തു വന്നത്, നിയമം പൂർത്തീകരിക്കാനാണ് വന്നത്. ക്രിസ്തു തിരുത്തി പറയാത്ത ഓരോ നിയമവാക്യങ്ങളും അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. സക്കേവൂസ് പറഞ്ഞത്, പഴയ നിയമത്തിലെ ഒരാടിനെ മോഷ്ടിച്ച 4 ആടിനെ കൊടുക്കണമെന്ന ആ തത്വം അറിയാവുന്നതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ കാലത്ത് സക്കേവൂസ് പറഞ്ഞത്. അത് പഴയ നിയമ കാലഘട്ടത്തിലല്ല, ക്രിസ്തുവിൻ്റെ കാലത്താണ് പറഞ്ഞത്. അത് ഓർക്കണം. പുറപ്പാട് 22:4 ആ വചനത്തിന് നടപ്പിലാക്കലാണ് സക്കേവൂസ് ചെയ്തത് ക്രിസ്തുവിൻ്റെ കാലത്ത്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ. അപ്പോൾ ശ്രദ്ധയോ? ഇല്ല. ഇതാ, അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. 1 കൊരിന്ത്യർ 6:9-10 പറയുന്നത്. ദാനിയേൽ അച്ഛനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അച്ഛനെക്കുറിച്ച് നിങ്ങളിപ്പോൾ ചിന്തിക്കുക. ഓക്കെ, നിങ്ങൾ അച്ഛൻ്റെ ഈ പ്രബോധനം കേട്ട് വഞ്ചിതരാകരുത്, നിങ്ങൾ മുടിയാതിരിക്കാൻ ഞാൻ പറയുകയാണ്. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വർഗ്ഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഈ ലിസ്റ്റിൽ പെട്ടവർ ആ ലിസ്റ്റിലല്ല, മറ്റൊരു ലിസ്റ്റിലായെന്ന് പറയണം. മനസ്സിലായോ? ബ്ലാക്ക് ലിസ്റ്റിൽ നിന്നും വൈറ്റ് ലിസ്റ്റിലേക്ക് വരണം. ഇപ്പോൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ട ആരൊക്കെയാണ്? ദൈവരാജ്യം അവകാശമാക്കുന്നതിന് ബ്ലോക്കുള്ള ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടവർ അത്യാഗ്രഹികളാണല്ലോ പിടിച്ചു പറിക്കുന്നതും കൂലി കൊടുക്കാതിരിക്കുന്നതും, അതുപോലെ ഒത്തിരിയേറെ മരണ ഉപദ്രവിച്ച് പൈസ പിടിക്കുന്നതും, കൊടുക്കേണ്ട നഷ്ടപരിഹാരം കൊടുക്കാൻ നേരിട്ട് കൊടുക്കാതിരിക്കുന്നതും, വഞ്ചിക്കുന്നതും, ഇങ്ങനെയൊക്കെ അത്യാഗ്രഹികളാണല്ലോ. ഈ അത്യാഗ്രഹികളും കള്ളന്മാർ, ഇതൊക്കെ അധർമ്മ പ്രവൃത്തികളല്ലേ? ഇങ്ങനെ നിരവധി പേർ അധർമ്മം പ്രവൃത്തി കുറേ പേരെ കുറിച്ച് പറയുന്നുണ്ട്. ഇവരാരും ദൈവരാജ്യം അവകാശമാക്കിയില്ല. കവർച്ച ചെയ്തവർ കൊടുക്കണ്ടെന്ന്. ക്രിസ്തു പരിഹാരം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഒന്നയില്ല മതി അച്ഛൻ പറയുന്നതിന് സംഗ്രഹം അല്ലേ? ഈ ബ്ലാക്ക് ലിസ്റ്റിലാണ് നിങ്ങൾ പെട്ടത്. ഇനി നിങ്ങൾ വൈറ്റ് ലിസ്റ്റിലേക്ക് മാറണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ മുൻപ് ഞാൻ പറഞ്ഞ വചനങ്ങൾ അനുസരിച്ച് ചെയ്യേണ്ടത് ചെയ്യണം. അതുകൊണ്ട് തെറ്റിൽ നിന്ന് പിന്മാറിയിട്ട് പരിഹാരം ചെയ്തിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ഒരുവനെ വീഴ്ത്താൻ വഴിയിൽ കുഴി കുഴിച്ചിട്ട് അത് മൂടാതെ കൺവെൻഷന് പോയി പ്രാർത്ഥിച്ചാൽ അവൻ കുഴിയിലും വീഴ്ചാകും, ഇവൻ പ്രാർത്ഥിച്ച് പുണ്യം നേടി തിരിച്ച് വീട്ടിലേക്ക് വരും എന്ന സ്ഥിതിയാണ് അല്ലേ? അവൻ തിരികെ ചെന്ന് കുഴി മൂടണം, അവൻ വീഴാതിരിക്കാൻ. വീണെങ്കിൽ അവനെ എഴുന്നേൽപ്പിച്ചാണ് ചികിത്സിച്ച് പരിഹരിച്ച് വേണ്ട നഷ്ടം പരിഹരിക്കണം. മനസാക്ഷി അതല്ലേ? ശുദ്ധ മനസാക്ഷിയോട് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ മനസാക്ഷിക്ക് വിരുദ്ധമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രസംഗമാണോ അച്ഛൻ്റെ ഈ പ്രസംഗം? അതുകൊണ്ട് നിങ്ങൾ ഈ അച്ഛനെ കേട്ട് വഞ്ചിതരാകരുത്. 1 കൊരിന്ത്യർ 6:9-10 ഓർക്കണം. നിങ്ങൾ വഞ്ചിതരാകരുതെന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഇങ്ങനെ വഞ്ചിതരാകരുതെന്ന് അന്ന് പറയാൻ കാരണം എന്താ? പലരും ഇങ്ങനെ അക്കാലത്തും വഞ്ചിച്ച് പ്രസംഗിച്ചെന്നേ. ഈ പൗലോസ്ലിയുടെ കാലത്ത് പലരും ഈ രീതിയിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അവർ നിങ്ങൾ ഇതൊക്കെ കേട്ട് വഞ്ചിതരാകരുത്, ഇങ്ങനെയുള്ളവരൊന്നും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കില്ല, ഈ അനീതി പ്രവർത്തിക്കുന്നവർ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല, നിങ്ങൾ വഞ്ചിതരാകരുതെന്ന് പറഞ്ഞത് അച്ഛനെപ്പോലുള്ള നിരവധി പേരുടെ പ്രസംഗം ആ കാലത്തുള്ളത് കൊണ്ടാണ്.
അപ്പോൾ ഈ വചനം ശ്രദ്ധിക്കണം നിങ്ങൾ. പുതിയ നിയമത്തിലെ വചനമാണ് കേട്ടോ, പഴയ നിയമത്തിലെ അല്ല. പുതിയ നിയമത്തിൽ തന്നെ ഇനി അടുത്തൊരു വചനം കേട്ടോ, യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായത്തിൽ 4-ാം വാക്യം. നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങൾ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ കൊന്തഞ്ചലും പ്രാർത്ഥനയല്ല. ദിവസം എത്തിയിരിക്കുന്നത് നിങ്ങളുടെ അധർമ്മത്തിനിരയായവരുടെ നിലവിളി സൈന്യങ്ങൾ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിട്ടുണ്ട്. അത് യാക്കോബ് ശ്ലീഹ പറയുന്നത് പുതിയ നിയമത്തിലാണ് കേട്ടോ. ക്രിസ്തുവിൻ്റെ അപ്പസ്തോലൻ പറയുന്നത്, ക്രിസ്തുവിൻ്റെ ഈ ലേഖനം എഴുതിയത് ക്രിസ്തുവിൻ്റെ മരണശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം എഴുതിയതാണ്. പുതിയ നിയമ കാലഘട്ടത്തിൽ പ്രസക്തിയില്ല. യേശുവിൻ്റെ രക്തം കയ്യിലുണ്ട്, കിട്ടിപ്പോയി, ഇനി ഏത് കാര്യത്തിനും അതുണ്ട് എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ല. യേശുവിനെ പോലെ ഒരു ജീവിതം, അപ്പസ്തോലന്മാരെ പോലുള്ള ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അത് ആഗ്രഹിക്കാതെ കച്ചവടക്കാർക്ക് ലാഭമുണ്ടാക്കാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തം ഉപയോഗിക്കാം. ഇവിടെ ഏത് കൊള്ളരുതായ്മയും ചെയ്ത് ജീവിക്കാം, അതിന് തീർച്ചയായും പരിഹാരം ചെയ്യേണ്ട. യേശു ക്രിസ്തുവിൻ്റെ രക്തം ഉപയോഗിച്ച് മാറ്റി കളഞ്ഞാൽ മതി. അങ്ങനെ കിട്ടുന്ന കടയിൽ കിട്ടുന്ന സോപ്പ് പോലെ കഴുകിക്കളയാവുന്ന ഒന്നായിട്ട് തിരുരക്തത്തെ അധപ്പതിപ്പിക്കരുത്. അത് യേശുവിൻ്റെ നീതിമാൻ്റെ രക്തമാണെന്ന് ഓർക്കണം. നീതിമാൻ്റെ രക്തം ഒറ്റുകൊടുക്കപ്പെട്ടത്. നീതിമാൻ്റെ ആ രക്തം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ആവശ്യം വിലപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ആ നീതിമാനായി ജീവിക്കണം. ക്രിസ്തുവിനെ പോലെ ജീവിതം ആഗ്രഹിക്കാതെ ക്രിസ്തുവിൻ്റെ രക്തമോ വചനമോ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ജീവിതം കരിപ്പിടിപ്പിക്കാമെന്ന് വിചാരിക്കുന്ന മണ്ടന്മാരാകരുത് നിങ്ങൾ. അച്ഛൻ്റെ പ്രബോധനത്തിലെ ഒരു വലിയ ചതിക്കുഴി നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. അതായത് 4 4 7 എന്ന് ഞാനൊരു കുട്ടിയെ പറഞ്ഞ് പഠിപ്പിച്ചാൽ അത് അജ്ഞതയല്ല, അജ്ഞാനമാണ്. 4 4 8 എന്ന് മറ്റു ടീച്ചർ പഠിപ്പിക്കുമ്പോൾ അജ്ഞതയാണെങ്കിൽ മാറും, പക്ഷേ ഈ അജ്ഞാനം മാറുകയില്ല. ഇത് ഫൗണ്ടേഷനെ കിടക്കുകയാണ്. അച്ഛൻ്റെ ഈ പ്രബോധനം അജ്ഞാനമാണ്, ഒരു അജ്ഞതയല്ല. 15 കൊല്ലം സെമിനാരി പഠിച്ച അച്ഛന് ഈ വചനം വായിക്കാഞ്ഞിട്ട് അറിയത്തില്ലാഞ്ഞിട്ടാണോ? അച്ഛൻ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചിട്ട് 10-20 കൊല്ലമായില്ലേ? ഇത് അറിയാഞ്ഞിട്ടാണോ? ഇതൊക്കെ മറച്ചു വെച്ചിട്ട് എല്ലാവരെയും സുഖിപ്പിക്കുന്ന വചനങ്ങൾ മാത്രം കാശ് മുടക്കില്ലാതെ പരിഹരിക്കാവുന്ന നിസ്സാര പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ അവതരിപ്പിക്കുക, എല്ലാവരും അതിനകത്തേക്ക് വരിക, ഇഷ്ടംപോലെ സ്വോത്രക്കാഴ്ച എഴുതുക. ഒരു സുഖിപ്പിക്കുന്ന വചനം കണ്ടെത്തി പറയുന്നത് വലിയൊരു ചതിയും വഞ്ചനയുമാണ്. നിങ്ങൾ ഓർക്കണം. അനവധി സുവിശേഷ പ്രശ്നങ്ങൾ ഇങ്ങനെയുണ്ട്. സുഖിപ്പിക്കുന്ന വചനങ്ങൾ മാത്രം പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കുന്നവർ, അതൊരു വലിയ ചതിക്കുഴിയാണ്. അപ്പോൾ ഈ ധ്യാനത്തിന് പോകാത്തവൻ അധർമ്മത്തിലാണെന്ന് അറിയത്തില്ലായിരുന്നു. പലതും പല വഴിയെ പോയി. പിന്നീട് എപ്പോഴും അവൻ തന്നെ കണ്ടെത്തി അധർമ്മം ഒത്തിരി എനിക്കുണ്ട്, എൻ്റെ പൂർവികർക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തി. എങ്കിൽ അവനൊരു പരിഹാരം ചെയ്തോളൂ. ഈ അച്ഛൻ്റെ ധ്യാനം കൂടിയാലോ? ഒരിക്കലും പരിഹാരം ചെയ്യുകയില്ല. പരിഹാരം ചെയ്യുന്നത് ഏറ്റവും പോലും പരിഹാരം ചെയ്യാതെ പിന്മാറ്റിട്ട് ധ്യാനം കൂടിയിട്ട് പരിഹാരം ചെയ്യാൻ വേണ്ടി കാശൊക്കെ സ്വരൂപിച്ച് വരുമ്പോഴാണ് ഈ ധ്യാനം കൂടുന്നത്. അപ്പോൾ ഒരു പരിഹാരം ചെയ്യേണ്ട, കാശ് പോക്കറ്റിലിരിക്കും. സക്കേഴ്സൊക്കെ മണ്ടന്മാർ. നീതി പ്രവർത്തിക്കുക എന്നുള്ളതൊന്നും നമ്മൾ നോക്കണ്ട. ഇത് തെറ്റാണിത്. ഇന്നും പതിറ്റാണ്ടുകളായി കരിസ്മാറ്റിക് മേഖലയിലൊക്കെ ഒത്തിരിയേറെ ധ്യാനം കൂടി വന്നിട്ട് ഒരു തരത്തിലും പ്രശ്നപരിഹാരമാകാതെ ഉഴലുന്ന അനവധി പേരുണ്ട്. ഇതിൻ്റെ കാരണങ്ങളായി 10-40 കൊല്ലം മുമ്പേ കേരളത്തിൽ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് വന്ന കാലം മുതലേ പറയപ്പെടുന്ന പല കാര്യങ്ങളിലും ഘട്ടം ഘട്ടമായി മാറ്റം വന്നിട്ടുണ്ട്. തുടക്കത്തിൽ യേശു ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ചാൽ മതി, എല്ലാ പ്രശ്നം പരിഹരിക്കപ്പെടും, രക്ഷപ്രാപിക്കും, കുടുക്കുകളിൽ രക്ഷപ്രാപിക്കും, സാമ്പത്തിക കണ്ണിൽ നിന്ന് രക്ഷപ്രാപിക്കും, രോഗപ്രശ്നം എല്ലാം പരിഹരിക്കുമെന്ന് തന്നെയായിരുന്നു. 5-6 കൊല്ലമൊക്കെ കഴിഞ്ഞതോടെ സ്ഥിതി മാറി. എന്നിട്ടും പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം കണ്ടപ്പോഴാണ് ആന്തരിക സൗഖ്യത്തിൻ്റെ കുറവാണെന്നുള്ള കണ്ടെത്തൽ വന്നത്. എല്ലാ പ്രശ്നത്തിനും കൗൺസിലർമാർ പറഞ്ഞു നോക്കി, എല്ലാ പ്രശ്നത്തിനും നിങ്ങളുടെ ആന്തരിക പ്രശ്നമാണ്, ആന്തരിക മുറിവാണ്, മാതാവിൻ്റെ ഉദരത്തിലിടുന്ന സമയത്തുണ്ടായ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് മിക്കവാറും എല്ലാ പ്രശ്നത്തിനും അമ്മയുടെ വയറ്റിലേക്ക് കയറിയാലേ പറ്റൂ എന്നൊരവസ്ഥയെത്തി. എന്നിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. അങ്ങനെ പോയപ്പോൾ പിന്നെ എന്താണ്, ശാപമാണ് പ്രശ്നമെന്നായി. അത് കുറേ പേര് മുതലെടുത്ത് ശാപം നീക്കാനുള്ള പ്രാർത്ഥന ചെല്ലുന്ന സ്പെഷ്യലിസ്റ്റുകൾ എന്നായി. എന്നിട്ടും പരിഹരിക്കപ്പെടുന്നില്ല പല പ്രശ്നങ്ങളും. ഇപ്പോൾ പുതിയതായിട്ട് ഈ മേഖലയിലെ ധ്യാനമൊക്കെ കൂടി വരുന്നവർക്കൊന്നും വലിയ കാര്യമില്ല, പുതിയ വെളിച്ചത്തിലിരിക്കുകയാണ് അവർ. കാലങ്ങളായി ഈ വിഷയത്തിൽ ഇൻവോൾവായിരിക്കുന്നവർക്കറിയാം. തുടർന്ന് വന്നത് ആണ് ബന്ധിച്ച് പ്രാർത്ഥിച്ചാലേ പറ്റുള്ളൂ, വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ബന്ധന പ്രാർത്ഥന, ബന്ധിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ കുറേ കാലം അതിൻ്റെ പുറകെ ബന്ധിരുകാർക്ക് ഒത്തിരി കൊയ്ത്തായിരുന്നു. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ എന്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ കാരണങ്ങൾ. പിന്നീടാണ് അതിന് പിന്നിൽ കണ്ടെത്തത് പൈശാചിക സ്വാധീനം. പൈശാചിക സ്വാധീനം എല്ലാത്തിനും കിട്ടണം. രക്ഷപ്പെടാൻ പിശാച് സമ്മതിക്കില്ല. നിങ്ങൾ വീട്ടിൽ പിശാചുണ്ട്, പറമ്പിൽ പിശാചുണ്ട്, ജോലി സ്ഥലത്ത് പിശാചുണ്ട്, അവനിൽ പിശാച്, ഇവനിൽ പിശാച്, കാണുന്നിടത്തെല്ലാം പിശാചിനെ കാണുന്ന കുറേ പേര്. അങ്ങനെ പിശാച് ബാധ ഒഴിപ്പിക്കുന്ന കുറേ പേർക്ക് അങ്ങനെ കുറച്ച് പച്ച പിടിച്ചു. ഇങ്ങനെ നിരവധി കാരണങ്ങൾ അതാണെന്ന് വിചാരിച്ചു. അതല്ല,
ഇതാണെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തു, അതുമല്ല. ഇപ്പോൾ ദാനിയേൽ പൂർണ്ണത്തിലച്ഛൻ വളരെ ശക്തമായി പറയുന്ന ഒരു പ്രശ്നമാണ് അധർമ്മം ഉള്ളതുകൊണ്ട് അധർമ്മത്തിന് പരിഹാരം ചെയ്യുകയാണ് വേണ്ടത്. പരിഹാരം ചെയ്തിട്ട് മനുഷ്യരെ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്തിട്ട് ഇനി ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും ആ തെറ്റ് മായ്ച്ചു കളയാൻ കുമ്പസാരിക്കുകയും പശ്ചാത്തപിക്കുകയൊക്കെ ചെയ്യണം. അവനവൻ ചെയ്യേണ്ട പരിഹാരം ചെയ്യാതെ ധ്യാനത്തിരുത്ത് വന്നിരുന്ന് കൺവെൻഷൻ കൂടി ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയാൽ പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വിശ്വാസമുള്ള ഒത്തിരി പേര് പ്രത്യാശ നിറഞ്ഞു പോകും. കയ്യിലിരിക്കുന്ന കാശ് പോകുകയില്ല, ഉള്ള സ്ഥലം പോകുകയില്ല, ഒരു കുഴപ്പമില്ല. അവർ സ്വതന്ത്രക്കാഴ്ചയിട്ട് ധ്യാനം കൂടിയാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം തീരുന്നത് പ്രത്യാശയായി. അങ്ങനെ ആർക്കും പരിഹരിക്കപ്പെട്ടതായി മനസ്സിലാകുന്നുമില്ല. ഇനി അതിനപ്പുറം എന്തെങ്കിലും അവനവൻ ചെയ്ത തെറ്റ് പരിഹാരം ചെയ്ത് കാശ് മുടക്കുകയോ എങ്ങനെയല്ലോ പരിഹാരം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ ധ്യാനകേന്ദ്രത്തിലേക്ക് കൺവെൻഷൻ സെൻ്ററിലേക്ക് വരുന്ന കാശിൽ കുറവ് വരും, സ്വതന്ത്രക്കാഴ്ച കുറവ് വരും. ആ വിശ്വാസം നിങ്ങൾ അധരം കൊണ്ട് പ്രഖ്യാപിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ എന്താണ് കുഞ്ഞാടിന്റെ രക്തം? $1 മില്യൺ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറഞ്ഞിരുന്നത്. $1 മില്യൺ. മനസ്സിലായോ? നിങ്ങൾ ഇട്ട സ്വതന്ത്രക്കാഴ്ചക്കൊന്നും പോരാ ഇത്. മനസ്സിലാവുന്നുണ്ടോ? അച്ഛൻ കത്തോലിക്ക സഭയിലെ പുരോഹിതനാണ്. കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ നോക്കണം. കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ CCCയിലും ഒക്കെ നിരവധി സ്ഥലത്ത് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് തക്ക പരിഹാരം ചെയ്യുന്നതിനെക്കുറിച്ച്. അതിനൊക്കെ സമയം പോകുന്നതുകൊണ്ട് വിശദീകരിച്ചാൽ പറയുന്നില്ല. പലരും ദൈവവചനം ബേസിക്കായി എടുക്കുന്നത്. അതുകൊണ്ട് മാത്രമേ ഞാൻ ഇത് മാത്രമേ കോട്ട് ചെയ്ത് പറയുന്നുള്ളൂ. ഇനി കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിൻ്റെ തെളിവ് ഞാൻ പറയാം. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം നമ്മുടെ കുമ്പസാരം. കുമ്പസാരത്തിൽ ഒരുവൻ ആടിനെ മോഷ്ടിച്ചു, 4 ആടിനെ മോഷ്ടിച്ചിട്ടുണ്ട് വെച്ചോ, മിനിങ്ങാന്നാണ് ചെയ്തത്, അത് ഏറ്റു പറയുന്നു. പിന്നെ അതും ഇതൊക്കെ ചുരുണത് മാറ്റി ഇതൊക്കെ ഏറ്റു പറയുന്നു. അച്ഛൻ നന്മന്നേരം ചൊല്ലിയിട്ട് പൊക്കോളാൻ പറഞ്ഞ ഭക്ഷണം കൊടുക്കുകയല്ല. കത്തോലിക്ക സഭയിലെ പുരോഹിതർ ചെയ്യുന്നത് അത് തിരിച്ചു കൊടുക്കണം. അത് വിറ്റ് കാശ് കടം വീട്ടി വെച്ചു, ഇനി ഒന്നും ഇല്ല എന്ന് പറഞ്ഞാലോ, എങ്കിൽ എവിടെന്നെങ്കിലും കാശുണ്ടാക്കി അത് കൊടുക്കണം, തെറ്റ് തിരുത്തണം എന്ന് പറയും. ഓക്കെ, താങ്ക് യു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ. അച്ഛൻ്റെ മറ്റു പല പ്രസംഗങ്ങളും എടുത്തുകൊണ്ട് ഞാൻ ഇതുപോലെയുള്ള സഭയുടെ പ്രബോധനക്കനുസരിച്ചും ദൈവവചനമനുസരിച്ചും വിമർശിച്ചുകൊണ്ട് ഉള്ള പല വീഡിയോകളും ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റ് ചില ധ്യാനഗുരുക്കന്മാരുടെ തെറ്റായ പ്രബോധനങ്ങളും ചില മെത്രാന്മാരുടെ അടക്കം ചില പുസ്തകങ്ങളിലെ തെറ്റായ പ്രബോധനങ്ങളും വ്യക്തമായി തെളിവ് നിരത്തിക്കൊണ്ട് വീഡിയോയുമായിട്ട് വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.